ഭൂമിയിലെ സ്വർഗത്തിലെ പൂക്കളുടെ താഴ്വര. എന്നാൽ മഞ്ഞുകാലത്ത് ആ താഴ്വര മഞ്ഞിന്റെ വെള്ള പുതപ്പണിഞ്ഞ ഒരു വെളുത്ത മായാലോകമാകും. ആ മായാലോകം കാണുവാനായിട്ട് കേബിൾ കാറൊക്കെ കയറി കുറെ ഉയരത്തിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാലോ ശ്വാസം അടക്കി പിടിച്ച് കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചകളും. പറഞ്ഞു വന്നത് കാശ്മീരിലെ പൂക്കളുടെ താഴ്വരയായ ഗുൽമർഗിനെ പറ്റിയാണ്. ശ്രീനഗറിൽ നിന്ന് യാത്ര ചെയ്ത് ഗുൽമർഗൊക്കെ എത്തി ഗോണ്ടോള റൈഡൊക്കെ കയറി തണുപ്പും മഞ്ഞും ഒക്കെ ആസ്വദിക്കുന്ന ഒരു തണുത്ത എപ്പിസോഡാണിത്. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും ഗുൽമർഗിന്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. സ്വർഗത്തിലോട്ട് പോകുന്ന തോന്നുന്നു. അപ്പൊ നമ്മളിത് ഗുൽമർഗിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ താമസിച്ച ക്രൗൺ പാലസിൽ 900 രൂപയ്ക്ക് റൂം കിട്ടി. ജാവേദ് अच्छा आदमी है. ये भी अच्छा आदमी है. हम वापस आएंगे. ओके, थैंक यू सो मच. ब्यूटीफुल गर्ल्स एंड बॉयज, लेट्स गो. ओवर एक्ट ചെയ്തു കൊളവാക്കാതെ കേരള. भाई इधर पे गुलमर्ग कितने किलोमीटर है? गुलमर्ग यहाँ से 66 किलोमीटर. 66. कितने घंटे ट्रैवल के? 1.5 hour. 1.5 hour. ओके. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഗുൽമർഗ്. छोटी वाली 15. ഓക്കെ. भाई आपका नाम? मुद्दशिर. മുദശ്ശിർ ഭായി കേട്ടോ. നമ്മുടെ ഗുൽമർഗ് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് 7 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ടാണ് പുള്ളിയുടെ വീട്. നമുക്ക് അവിടെ നിന്ന് വലിഞ്ഞു കയറി പോകാൻ നോക്കിയാലോ? 2 കുഞ്ഞു മക്കളുണ്ട്, പെൺപിള്ളേർ. അതിന് ഫോട്ടോ കാണിച്ചിരുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ചില്ലേ ശ്രീനഗർ, അവിടെ നിന്ന് 60 കിലോമീറ്റർ ആണ് ഗുൽമർഗ്. അവിടെ നമുക്ക് ഫേസ് 1 ഫേസ് 2 2 കേബിൾ കാർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ. വേറൊരു മൂഡാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേറെ ഏതോ ഒരു രാജ്യത്ത് എന്നൊരു ഫീലൊക്കെയാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് അല്ലേ? ഉണ്ടോ? ഇനി പറഞ്ഞോ, കുഴപ്പമില്ല. ഉണ്ടോ? ഹായ്, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അങ്ങ് ദൂരെ മഞ്ഞുമല മുന്നിലിങ്ങനെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ അതിലിങ്ങനെ വരുമ്പോഴത്തേന് ടാങ് മാർഗ് എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ആക്ച്വലി നമ്മൾ ആ ഫുള്ള് കട്ട മഞ്ഞിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇടാനുള്ള സാധനങ്ങൾ ഇവിടെ റെൻറ്റിന് കിട്ടും 300 രൂപയ്ക്കൊക്കെ. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ കരുതാം. നമുക്ക് ഗ്ലൗസ് സാധനങ്ങളൊക്കെ മേടിക്കാം. മേടിക്കേണ്ടവർക്ക് മേടിക്കാം, റെൻറ്റിന് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിലേക്ക് ഏതാ കളർ വേണ്ടത്? ചുമല. മിക്സിക്ക് ഏതാ കളർ വേണ്ടേ? ഞാൻ നോക്കട്ടെ. ഇത് കഴിക്കുവോ? ഇവിടെ നമ്മൾ ഈ സാധനമൊക്കെ എടുത്തിട്ട് നേരെ ഇനി കുന്നു കയറാൻ പോവുകയാണ്. സോ വെൽക്കം ടു ഗുൽമാർഗ്. അപ്പോൾ ഈ ഗുൽമർഗിൽ നമുക്ക് ചെയ്യാനുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഗോണ്ടോള റൈഡ് കേട്ടോ. അതായത് കേബിൾ കാറില്ലേ, അത് തന്നെയാണ് അതിൻ്റെ വേറൊരു പേര് പറയുന്നതേ ഉള്ളൂ. ക്ലോസ്ഡ് ആയിരിക്കും ക്യാബിൻസ് ഒക്കെ. അപ്പോൾ അത് 2 ഫേസ് ആയിട്ടുണ്ട്. നമ്മളൊരു ഫസ്റ്റ് ഫേസിലോട്ട് പോകാം, സെക്കൻഡ് ഫേസിലേക്കും പോകാം. ഫസ്റ്റ് ഫേസിലേക്ക് പോകാൻ 800 രൂപ മിച്ചവും, സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ 1000 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 1800 രൂപയ്ക്ക് എന്താകും? രണ്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ വന്നിട്ടൊന്നും അല്ല ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യണം. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ പൈസ അടച്ചാൽ ബുക്ക് ചെയ്യാൻ പറ്റും. ആ സ്ലോട്ട് കിട്ടിയാലേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആ താഴെ നിന്ന് കയറി വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ സ്നോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തരിതരി പോലെ കിടക്കുന്ന സ്നോ ആണ്, പൗഡർ സ്നോ എന്നാണ് പറയുന്നത്. നമ്മുടെ ഗുൽമർഗിലെ സ്നോയെ ഭയങ്കര കിഡിലൻ ലുക്കില്ല, നല്ല പ്രത്യേകതരം ഒരു വൈറ്റ് കളറിലാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ ഈ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളും കാര്യങ്ങളുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന റേറ്റ് കൂടുതലാണ്. അപ്പോൾ താഴെ ചോക്ലേറ്റും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് ബെറ്റർ. അല്ല ഇവിടെയും കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്കീയിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. എന്താണ് ഈ പോയിന്റിലോട്ടൊക്കെ പോകാനുള്ള പരിപാടിയുണ്ട്. മറ്റേ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഇരിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇവർ നമ്മളെ വലിച്ചുകൊണ്ടൊക്കെ പോകും. അതല്ലെങ്കിൽ ഈ മഞ്ഞിക്കൂടൊക്കെ നടന്നു പോകണം. അപ്പോൾ ഈ ഷൂവും നല്ല ജാക്കറ്റും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അത്ര പോസിബിളായിട്ട് ഈസി ആയിട്ട് നടക്കും തോന്നുന്നില്ല. നമ്മൾ എന്തായാലും നടന്നു പോകാനുള്ള പരിപാടി നോക്കുവാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. വെൽക്കം ബാക്ക്. വീണ്ടും അണ്ണൻ സ്വിറ്റ്സർലാൻഡിൽ കൂടെ പോകുന്നുണ്ടല്ലോ. എനിക്കും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആണോ? അണ്ണന്റെ കോസ്റ്റ്യൂമും
ബാക്ക് ഡ്രോപ്പിൽ മലകളും ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വലിയ ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഷാറുഖ് ഖാൻ്റെ ഒക്കെ നമ്മുടെ ജബ് തക് ഹേ ജാനേ ഒക്കെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. കിടിലം പരിപാടി എന്ന് വെച്ചാലോ അടിപൊളിയാണ്. സൺഗ്ലാസ് അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവരുടെ ഒരു ഇങ്ങനെ നമ്മളൊന്നും സംസാരിക്കാൻ സംഭവിക്കില്ല, ആളിങ്ങനെ വന്ന് പിടിച്ചോണ്ടിരിക്കും. അജയ് നമ്മൾ വീണ്ടും കണ്ടു കേട്ടോ, വീണ്ടും നമ്മൾ കണ്ടു. ഇത് പൂരാ ഫാമിലി ഇത്ര മാറ്, നീ ഫാമിലി ആയതല്ലോ, മാറ്. ഓൾ ഗുഡ്, നമസ്തേ ജോയ്മോൻ. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. സൂപ്പർ, താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും നമ്മൾ സമാധാനത്തിൽ ഒന്നുകൂടെ കാണും. ഓക്കെ, നമ്മൾ കാണുന്നു, വീണ്ടും കാണുന്നു. സ്മൈലി. മക്കളാന്നേ പറയാം. എല്ലാരും ഒരുപോലെ. അതിനെ മുക്കവളെ കൊല്ല് 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 കൊല്ല്. നിങ്ങളൊക്കെ ആകുമ്പോൾ ഒരു പ്രായമാകുമ്പോൾ കുഴപ്പമില്ല. കുളിച്ചെന്നുള്ളതിന്റെ തെളിവാ. ഇത്ര മതി. റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. കടമറ്റത്ത് കത്തനാരോ നോക്കട്ടെ. ഞാൻ ജോൺ സ്നോയാ, ഞാൻ ജോൺ സ്നോ ആണെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ഞാൻ ജോൺ സ്നോ ആണോ ജോസ്നോ ആണോ എന്നുള്ള കമന്റ് സെക്ഷനിൽ പറയാം. മറ്റേ പ്രീമിയം ഡ്രസ്സും 10 രൂപയുടെ ഗ്ലാസും. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നല്ല കിടിലൻ പരിപാടി, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ് ഉണ്ട്. ഒരാൾക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ 9,000 രൂപ എന്ന് പറഞ്ഞ് ഒരിട്ട് തലയും കുത്തിയൊക്കെ മറിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കയറ്റി മേളിൽ വരെ കൊണ്ടുപോകാൻ തോന്നുന്നു, അങ്ങ് വ്യൂ പോയിന്റ് വരെ. ജോസ്ന ഭയങ്കര ഭംഗിയാട്ടോ ഫ്രെയിംസ്, ഒരു രക്ഷയില്ല. അതായത് ടോയ്ലറ്റ് മുതൽ കോഫി ഷോപ്പ് വരെ കിട്ടില്ല ലുക്കിൽ. മുകളിലെ മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് കിടക്കണു. ഓ, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ സാധനം കാണുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. എന്താ എക്സ്പീരിയൻസ് അറിയാമോ, ഭയങ്കര രസമാണ് ശരിക്കും. നമുക്ക് ഇവിടെ ഒരു ദിവസം വരണം, കേബിൾ കാർ ഇല്ലാതെ ഈ സ്ഥലം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഫുഡ് ഞങ്ങൾക്ക് ഒരു വീക്ക്നെസ് ആണ് സാർ, അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നേ. ബിസനു എന്റെ ബിസനു. ഞാൻ എന്റെ കോർപ്പറേറ്റ് ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പോയതാ. അറിയത്തില്ല. നമ്മളങ്ങനെ ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റ് റോപ്പേയിലോട്ട് കയറാൻ പോവുകയാണ്. ഗുൽമർഗിലെ ഗോണ്ടോള റൈഡിലേക്ക്. പീർ ബഞ്ചങ് എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റേഞ്ചിലാണ് ഇരിക്കുന്നത്, വെസ്റ്റേൺ ഹിമാലയയിലാട്ടോ. കിടിലൻ പരിപാടിയാണ്. നമ്മൾ ഇത്രയും ദൂരം കയറി പോകുന്നതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ എക്സൈറ്റഡാ. പിന്നെ തനിക്ക് മാത്രം ചോദിക്കുമ്പോൾ ഒരു ജാടയൊന്നുമില്ല. ഈ ഗൊണ്ടോള എന്നുള്ള പേര് വന്ന എങ്ങനെയാണെന്ന് ഞാൻ തപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൊണ്ടോളയും റോപ്പയും തമ്മിൽ ഒറ്റ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ അവർ പറയുന്നത് എന്നാ വെച്ചാൽ ഗൊണ്ടോള എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ക്യാബിനായിരിക്കും, കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലുണ്ട്. പിന്നെ ബാക്കി റോപ്പയുടെ എല്ലാം സെയിം സിസ്റ്റം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പേര് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം തന്നില്ല. കറക്റ്റ് ലൈറ്റ് എക്സ്പോഷർ അല്ലേ, മേക്കപ്പ് കൂടിപ്പോയ ചേട്ടാ. ഞാനല്ലേ ഓഫ് സീസൺ ആയിട്ട് ഇത്രയും തിരക്ക്, അപ്പൊ സീസണിൽ എന്തായിരിക്കും ഇവിടെ? 6 പേര്. എന്റെ മടിയിലോട്ടിരിക്കല്ലേ? നീ മിണ്ടാര്, എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. എന്തേലും പറയാനുണ്ട് പറഞ്ഞു അവരോടൊക്കെ. ജീവനെ കാണാം. എനിക്ക് വ്യൂ വേണ്ട. അവിടെ ഇല്ല, ഇങ്ങനെ പോകുമ്പോ കുഴപ്പമില്ല. പെട്ടെന്ന് എന്താ ഒരു സാധനം ട്രാക്ക് മാറുന്നത്. ഹർഷിപ്പ് എന്നാ തോന്നുന്നേ? സ്വർഗത്തിലോട്ട് പോകുന്ന ബെസ്റ്റ് 1500 ഓ, എന്നാ സൈലൻസാ.
അയ്യോ പാവങ്ങള്. വീട്ടിലുള്ള എക്സ്പീരിയൻസ് ആണോ ഇത്? ശരിക്കും പറഞ്ഞാൽ വിന്ററിൽ വന്ന് ഈ മഞ്ഞുള്ളപ്പോൾ തന്നെ കാണണം, എന്നാലും അതിൻ്റെ ഒരു മൂഡ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്. വീടുകളാണ് എന്താണെന്ന് അറിയത്തില്ല, വീടുകളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മുകളിൽ മഞ്ഞൊക്കെ അടിച്ച് കിടക്കുന്നത് കിട്ടില്ലൻ ഫീലാണ്. ഒരെണ്ണത്തിൽ 6 പേർക്ക് കയറാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് അതിതല്ലാതെ മറ്റേതാണ്. അവിടെ ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടായല്ലോ. നമ്മൾ 2650 മീറ്ററുള്ള ബേസ് സ്റ്റേഷനിൽ നിന്ന് 400 മീറ്റർ മേളിലേക്ക് കയറി 3050 മീറ്ററുള്ള ഫേസ് 1 കേട്ടോ. ഏകദേശം 2.4 കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടം വരെ വന്നിട്ട് ഇവിടുത്തെ സ്നോ ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാം. അതല്ലെങ്കിൽ ഫേസ് 2 പോകാൻ പറ്റും. ഫേസ് 2 ഏകദേശം 2.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അത് നമുക്ക് അവിടെ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മൂഡൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. നമ്മളേ ഫേസ് 1 കാഴ്ചകൾ കാണാൻ വേണ്ടി തിരിച്ചു വരും. ഫേസ് 2 കയറാൻ പോവുകയാണ്. വേറൊന്നുമല്ല, അവിടെ ഭയങ്കര BSFൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല. 3:30 ആകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ ഇറക്കി വിടും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരെ ഫേസ് 2 പോയിട്ട് ഫേസ് 2 കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് ഫേസ് 1 നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് പ്ലാന്. ഞാനിവിടെ ഡ്രോൺ പറത്താനൊക്കെ ചോദിച്ചു നോക്കി, ആരും സമ്മതിക്കുന്നില്ല. Are you ready for phase 2? അയ്യോ ഇതെന്താ വീണ്ടും രണ്ടുപേരും നടക്കും. നന്നായിട്ടുണ്ട്. പിന്നെ വ്യൂ ആയാലും എൻ്റെ ആട്ടം ഗൈസ്. നീ പേടിക്കല്ലടാ, ഞാൻ ഹൈറ്റ് പേടിയുള്ളവനാ. എന്റെ കൈയൊക്കെ ഈ തണുപ്പത്ത് വേർക്കുന്നുണ്ടോ? വയറ്റിന്ന് ഒരാന്തല് തണുപ്പും കൂടി. പതുക്കെ ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങി. ചെവി അടഞ്ഞു നല്ലോനെ. എന്നെ കളറാണ് ഇവിടെ, നല്ല വെളുത്ത് തൂ വെള്ളം പോലെ. സ്വർഗം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകല്ലേ? കരയുന്ന സ്വാധീന കണ്ണീന്നൊക്കെ വെള്ളം വരുന്നത്. എന്നാ തോന്നുന്നു സൈലന്റ് ആയിപ്പോയി. അത്ര നല്ല ആ സൈഡിലോട്ട് ആർച്ച കരയുവാണേ, കണ്ണാടിയിട്ട് കരയുവാ. എന്തുവാടി ഇത്? കരയണോ ചിരിക്കണോ എന്ന് അറിയത്തില്ലാത്തൊരു സാധനം. എൻ്റെ അമ്മോ. ഇതൊന്നും കാണാതെ നിങ്ങൾ ചത്തുപോലും കേട്ടോ. നഷ്ടമാണ് നഷ്ടം. 1800 രൂപയ്ക്ക് നമ്മൾ കാണുന്ന കാഴ്ച തന്നെ അല്ലേ? അത് സ്വർഗത്തിലേക്കുള്ള കവാടമാണോ ഗൈസ്? നമ്മൾ ഫേസ് 1 880 മീറ്റർ ഒറ്റയടിക്ക് മേളിലിട്ട് കയറിയിട്ട് ഫേസ് 2 എത്തി കേട്ടോ. അപ്പൊ എത്ര ഹൈറ്റാന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഒറ്റയടിക്ക് കയറിയത്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളിവിടെ പറഞ്ഞ ഫേസ് 1 കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകല്. അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന ഒരു മൗണ്ടൻ്റെ വ്യൂ ഉണ്ടല്ലോ, അൺബിലീവബിൾ. ഞങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഇവിടെ 3:30 വരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. 3:30 കഴിഞ്ഞാൽ ഇവർ കയറ്റി വിടും. അപ്പം 3:30 മുമ്പ് പറ്റുവാണെങ്കിൽ രാവിലെ വന്നിട്ട് രാവിലെ കണ്ടിട്ട് തന്നെ തിരിച്ചിറങ്ങി പോകുന്നതായിരിക്കും ബെറ്റർ. രാവിലെ നേരത്തെ വരിക. നിങ്ങളൊന്ന് ലേറ്റ് ആയിട്ട് വരില്ല. 3:30 വരെ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ഫേസ് 2 ഫേസ് 1 എത്തി. ഫേസ് 1 നമ്മൾ ഏറ്റവും ഗ്രൗണ്ടിലെത്തി. നമ്മളിനി തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഗുൽമർഗ് ഒന്നുകൂടെ വരണം. കുറച്ച് കാഴ്ചകളൂടെ കാണിച്ചു തരാണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. പക്ഷേ കൂട്ടത്തിലുള്ള 2 പേർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കൽ കൂടി വരും. അതിൻ്റെ കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. ഓക്കെ, ഇതിലാണ് കാണാം. എന്റെ കൊച്ചിനെ കാണണ്ടേ? ശരി.
പൈലറ്റിനെ വെറുപ്പിക്കല്ലേ, ഇറക്കി വിടും. ബൈ ബൈ. പോയി നിർബന്ധിച്ച് കയറ്റുന്നത് സമയം പോടാ. പരിപാടിയിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ അവരെയൊക്കെ വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മൾ സജാദ് ബായ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബായ് ഉണ്ട് ഇവിടെ. നമുക്ക് ഒരു കണക്ഷൻ ത്രൂ കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങൾ എന്നാ ഒന്നും എനിക്കറിയത്തില്ല. ഭയങ്കര എന്തൊക്കെയോ നടക്കുന്നുണ്ട് ലൈവിൽ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കിടക്കാൻ പോകുന്ന സെറ്റപ്പ് കാണിച്ചു തരാം. ഫാസിൽ ബായിയെ मुदस्सिर കാശ്മീരി ഫാസിൽ എന്നാ ഉദ്ദേശം അറിയില്ല. നല്ല രസമുള്ള സാധനം, നല്ല മണമൊക്കെ. ഇത് മധുരമുള്ള അതുകൊണ്ട് തിരുമില്ല. ഇത് ഗ്ലാസ് കണ്ടോ, സോസർ. I like this plate. എന്താണ് ഗിരിയേട്ടൻ സെറ്റപ്പ്? ഇവരെന്റെ റെക്കോർഡ് കടത്തി കിട്ടുമല്ലോ. ഞാൻ നോയിഡയിൽ ഉണ്ടാക്കിയ റെക്കോർഡ് കടത്തി കിട്ടുമോ? എന്താ ഇവിടെ സംഭവിക്കണേ? സജാദ് ബായ് പിള്ളേര് റോങ് സമയത്താണ് പോയത് കേട്ടോ. ഇതിനകത്ത് കുറെ നട്ട്സ് ഒക്കെ നമുക്ക് കൊള്ളാട്ടോ സെറ്റപ്പ്. കപ്പിന്റെ ഒക്കെ സെറ്റപ്പ് ഉള്ളത്. ഗുൽമർഗിന്റെ കാഴ്ചയുടെ ഇടയ്ക്ക് ഇതിന്റെ ആവശ്യം എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ലൈഫല്ലേ, നമ്മൾ പോയ വഴികൾ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ അല്ലേ സ്വാതി? അത് കാണണം. കാര്യം അതാണ് ട്രാവലിലെ ഏറ്റവും അടിപൊളി സാധനം. നമ്മളൊരു റൂമിൽ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് എന്തൊക്കെയോ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ തന്നു കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആരാന്ന് ഏതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അല്ലേ, ഞങ്ങളിത് വന്നപ്പോൾ ചോദിച്ചു ഫുഡ് കഴിക്കുന്നോ ചായ കുടിക്കുന്നോന്ന് ചോദിച്ചു. ഞങ്ങളാണെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞു ചായ കുടിക്കാൻ, ഫുഡ് പതുക്കെ മതി എന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പം ചായ, ബിസ്ക്കറ്റ്, നമ്മുടെ അവിടുത്തെ സ്വീറ്റ് പൊറോട്ട പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, നല്ല അടിപൊളി ചായ, അടിപൊളി ബിസ്ക്കറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചായ കൊണ്ടുവന്ന കപ്പ നല്ല രസം. എന്ത് രസം ഈ പേർഷ്യൻ അങ്ങനത്തെ സാധനങ്ങൾ പോലെ കിടുതൻ. മിക്കവാറും ഇവിടെ തന്നെ 2 ദിവസം നിൽക്കുമെന്ന് തോന്നുന്നു. നോയിഡയിൽ വന്ന പോലെ. അത് ഒന്ന് സവാള കാണിച്ചേ. മട്ടൻ ഇവലെ കാശ്മീരി വന്ന് ഇങ്ങനൊരു ഊണുണ്ടോന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിച്ചിട്ടുണ്ട്. ഹോംലി ഫുഡ് ചിരി ഒന്ന് കാണട്ടെ. അൺബിലീവബിൾ അല്ലേ? എന്തൊക്കെയോ ഒത്തു വന്നു. അതെ, കാശ്മീരൊക്കെ വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചല്ല. കാശ്മീർ വന്നു, അറിയത്തില്ലാത്ത ആൾക്കാർ വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് ഫുഡ് അടിക്കുന്നു, അതും കറണ്ടില്ലാതെ. മട്ടനും ദാലും. अच्छा सुपर ये सांबार है केरला का. സാമ്പാർ സിമിലർ ഇത് സാമ്പാർ. ഞാൻ തോന്നുന്നു ഇനി ഹാലൂസിനേഷൻ ആണെന്ന് അറിയത്തില്ല, പക്ഷെ കറക്റ്റ് സാമ്പാറിന്റെ ഫീൽ ഇല്ലേ? ഇത്രയ്ക്ക് മല്ലു ആഗ്രഹിച്ചോളായിരുന്നു. നമുക്ക് എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വീഴും. മല്ലുവിന്റെ മനസ്സിന് നന്മയാ തോന്നുന്നു. ട്രാവലിനോടുള്ള ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എല്ലാം തന്നെ വന്നു എന്നൊക്കെ പറയത്തില്ലേ. ശരിയോ, എന്തായാലും വിഷമം. ഇതിനാണ് അർച്ചയും പിടിച്ചും വേണ്ടത് അല്ലേ? ഇന്നിവിടെ ഓളായനെ ഇവരിപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇറക്കി വിടാം. Good morning.